നമസ്കാരം. ഇന്ന് നമ്മുടെ 103-ാമത്തെ എപ്പിസോഡാണ്. എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും വരുന്നതല്ല, എനിക്കത് ഗുണകരമാവുകയും ചെയ്യും. അഭ്യർത്ഥനയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഞാനന്ന് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. യൂട്യൂബിൽ അവർ റിപ്പീറ്റഡ് കണ്ടൻറ്റ് അതുപോലെ തന്നെ ഒക്കെ സ്വീകരിക്കില്ല. മറ്റുള്ളവർ ഡൗൺലോഡ് ചെയ്തിടുന്ന ഇത് AI-യുടെ ഇത് ഒന്നും സ്വീകരിക്കില്ല എന്ന്. ഇന്നലെ അതായത് അവരുടെ രാത്രി നമ്മുടെ പകലാണല്ലോ, ആ സമയത്ത് അവർ പ്രഖ്യാപിച്ചേക്കുന്നു യൂട്യൂബ് എന്ത് പ്രഖ്യാപിച്ചതുപോലെ തന്നെ മറ്റൊരാളുടെ കണ്ടൻറ്റുകൾ ഈ ഫേസ്ബുക്ക് ഇനി സ്വീകരിക്കില്ല. രണ്ടാമത് ഡൗൺലോഡ് ചെയ്യുന്ന വേറൊരാളുടെ അവരുടെ സാങ്ഷൻ ഇല്ലാതെ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സാങ്ഷൻ ഇല്ലാതെ 2-3 അയാൾ ആദ്യം വാർണിംഗ് കൊടുക്കും, മെസ്സഞ്ചറിൽ കൊടുക്കും, മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്യും, പിന്നെ അങ്ങനെ അത് കഴിഞ്ഞേച്ച് വാർണിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് എന്നേക്കുമായി നിന്ന് പോവും. നിങ്ങൾ സ്വന്തമായിട്ട് ടാലൻ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടാൽ മതി, വേറൊരാൾക്കും കഷ്ടപ്പെടുന്നൊന്നും വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മ്യൂസിക് ഉള്ളത്, ഞാൻ പറഞ്ഞത് 25,000 60,000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് ₹1 കിട്ടാതെ അവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. കാരണം അവരുടെ സബ്സ്ക്രൈബ് വരെ അവരുടെ ഓപ്പണായിട്ടുള്ള അവരുടെ ആ മോണിറ്റൈസേഷനിൽ. കാരണം ആ സബ്സ്ക്രൈബർ അല്ല അവരിടുന്നതെന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ എഴുതി അത് പോസ്റ്റ് ചെയ്യും, എന്തെങ്കിലും പാട്ട് വിട്ട്. ആ വാക്കുകൾ എഴുതുന്ന 3 മിനിറ്റ് കണ്ടൻറ്റ് അല്ല അത്. അവർക്ക് സ്വന്തമായിട്ട് പ്രൊഫൈൽ ഫോട്ടോ വെക്കാത്ത, പിക്ചർ വെക്കാത്ത, സ്വന്തമല്ലാതെ അത് തന്നെ എന്ത് ഭയമാണ് അവർക്ക്. പലരും അങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ ഇനിയും മാറ്റിയാൽ, അതായത് സ്വന്തമായ കണ്ടൻറ്റുകൾ, അതായത് ചുമ്മാ കടലിൻ്റെ വഴിയുടെ ഒന്നും ഇട്ടാലും ഏൽക്കുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും എയിം കാണണം. അതിൽ വേറൊരാളുടെ ഇനി ഡൗൺലോഡൊക്കെ ചെയ്യാനൊക്കെയില്ല. അത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറും ലക്ഷക്കണക്കിന് ആളുകളും വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ. അവരന്നേരം കണ്ടുപിടിക്കും അത്. അതുകൊണ്ട് അതുപോലെ ഗുണകരം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം കുറച്ച് ആളായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ, റീൽസ് ചെയ്യുന്നവർ എല്ലാം എത്ര ഭംഗിയായിട്ട്, എന്തോരം പ്രായമുള്ളവർ, നല്ല പ്രായമുള്ള ആൾക്കാർ, എന്നെയൊക്കെ പ്രായമുള്ളവർ, എൻ്റെ പ്രായമുള്ളവരും, സ്ത്രീകളും എല്ലാം എത്ര നല്ലതായിട്ട് നിങ്ങൾ ഇടുന്ന എന്തെങ്കിലും എഴുതി അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് 25,000 ഫോളോവേഴ്സ് നേടിയിട്ട് കാര്യമില്ല. ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയുമോ. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം കണ്ടൻറ്റ് ഇട്ട് നോക്കുക. ഇതിനകത്തൊരു ഗ്രൂപ്പ് ഡാൻസുകളെ കുറിച്ച് കഷ്ടപ്പെട്ട് പലയിടത്തും പോയി ഷൂട്ട് ചെയ്തെടുക്കുന്ന ഗ്രൂപ്പ് ഡാൻസുകൾ അങ്ങനെയുള്ളത് ഇടുന്ന ഒരു ചാനൽ ഞാൻ കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. അവർ ഡാൻസ് കളിക്കുന്ന നല്ല വിഷയം. അത് ആ ഷൂട്ട് ചെയ്ത് നിങ്ങളത് ഇട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ആണ്. അവരുപയോഗിക്കുന്ന പാട്ടുകളൊന്നും ഈ അതുപോലെയുള്ള ഡാൻസുകളിൽ കോപ്പിറൈറ്റ് ഉള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നാടൻ പാട്ടുകളും പഴയ ആദിവാസികളുടെ പാട്ടുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അവർ ക്ഷേത്രത്തിലെ പരമ്പരാഗത വായ്മൊഴിയാലെ വന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് യൂട്യൂബിലാണെന്ന് തോന്നുന്നു. ഒരു കുട്ടി, ഒരു പ്രത്യേകതയില്ല, അതിന് യൂട്യൂബിൽ നല്ല വരുമാനമുണ്ട്. ആ കുട്ടിയുടെ മുറ്റത്ത് നിൽക്കുന്ന ചാമ്പങ്ങ പറിച്ച്, ചാമ്പങ്ങയുടെ പ്രത്യേകത നമുക്കറിയാത്തതാണത്. അത് തിന്നുന്നു, അത് ചവയ്ക്കുന്നു, നല്ല പുളിയാണ് കേട്ടോ, ഒരു പ്രത്യേകതയില്ല അതിന്. പക്ഷേ അത് കാണുമ്പോൾ നല്ല രസമാണ്. അത് തെന്നി വീഴാൻ തുടങ്ങുന്നു, ഒരു കല്ല് കയറി നിൽക്കുന്നു, അത് പറിക്കുന്നു, അത് അടുത്ത പ്രാവശ്യം മാങ്ങ പൂളി തിന്നുന്നു, അങ്ങനെയൊക്കെയുള്ള. ഞാൻ ഒത്തിരി നാളെ കണ്ടിട്ട് ഇപ്പോൾ ഞാനത് നോക്കാറില്ല. കണ്ടു. പക്ഷേ ഇത് പ്രത്യേക കണ്ടൻറ്റൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഈ ചാമ്പങ്ങ ഇവിടെ ഒത്തിരി ഉള്ളത്, അത് ലോകം മൊത്തം കാണുമ്പം അവർക്കൊരു അത്ഭുതമാണത്. അങ്ങനെയൊക്കെ ഉണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാമ്പങ്ങ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, അവരും കാണുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു ഇതോ. നമുക്കിപ്പോൾ ആപ്പിൾ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ കാശ്മീരിലെ ആപ്പിൾ വിളയുന്നിടത്ത് പോയി ആപ്പിൾ തിന്നുന്നതും മുറിച്ച് തിന്നുന്നതും അത് പൂ പോലെ വെട്ടുന്നതും ഒക്കെ കാണിക്കുന്നത് നമുക്കൊരു അത്ഭുതമല്ലേ.
അതുകൊണ്ട് വല്ലവരുടെ കണ്ടൻറ്റ് ഇടാതിരിക്കുക, വല്ലവരുടെ മ്യൂസിക് ഇടാതിരിക്കുക. അല്ലാതെ തൻ്റെ മുഖം മാത്രം കാണിച്ചുകൊണ്ട് 1 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും എഴുതി കാണിച്ച് 25,000 ഫോളോവേഴ്സും വെച്ച് ഒന്നിനും ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിഷ സ്നേഹക്കൂടം എന്നും പറഞ്ഞ ഒരു കോട്ടയത്തെ ഒരു അഗതി മന്ദിരം, ഒരു സ്വന്തമായിട്ട് ലൈസൻസൊക്കെ ഉള്ളതാണ്. 164 വൃദ്ധർ, അവർക്ക് പണമൊന്നും കൊടുത്ത് കയറുന്നതല്ല, അവർ പലർക്കും പണം കൊടുത്ത് തള്ളുന്ന വൃദ്ധരല്ല, അത് തെരുവിൽ നിന്ന് വരുന്നതാണ്, തെരുവിൽ കണ്ട എടുത്തുകൊണ്ട് പോകുന്നതാണ്, പലരും കൊണ്ടാക്കുന്നതാണ്. അവരുടെ ആഹാരത്തിന് ഈ കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് എന്തെങ്കിലും സഹായിക്കുമോ ഈ അച്ഛനമ്മമാർക്കെന്നും ചോദിച്ചാൽ അത് വന്നത്. അന്നേരം പലരും സഹായിച്ച് കാണും അത്. കാരണം ഞാൻ 2 വർഷമായിട്ടത് കാണുന്നു. അവരങ്ങനെ ഇടയ്ക്ക് ഇരിക്കും. അവർക്കാരും ഒരു സംഘടനകളൊക്കെ കൊടുക്കുന്ന പൈസ കൊണ്ടൊന്നും ഒരു ഭംഗിയായിട്ടാണ് അവർ നിൽക്കുക. അവർ ഫാനിന് വേണ്ടി പണ്ട് ചോദിച്ചിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തെന്നൊക്കെ പോട്ടെ എൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇതിലിട്ടായിരുന്നു, സ്റ്റോറിയിലിട്ടിട്ട് പലരും കണ്ട് എന്തെങ്കിലും സഹായിച്ച് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആ ചാനൽ കിട്ടുന്നില്ല. ഇന്നാണ് ഒരു ഫോളോ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്തു. പലരും ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനമൊക്കെ ആളുകൾ വിദേശത്ത് ഒരു എല്ല് വെട്ടി നുറുക്കി, ഒരു ഡോക്ടറാണെങ്കിൽ പോട്ടെ നോക്കുക, ഒരു നേഴ്സ് ഇങ്ങനെ നമുക്കൊരു ആടിൻ്റെ എല്ല് വെട്ടുമ്പോൾ നമുക്ക് സങ്കടം വരും അത് കാണുമ്പോൾ. ആ 110 കഷ്ണമാക്കി ആ സ്ത്രീയെ രക്ഷിക്കാൻ അവരിടപെടുന്നു, പലരും ഇടപെടുന്നു. ആ ഒരു സഹായം ഞാൻ നിഷയ്ക്ക് വേണ്ടി, നിഷയെക്കൊണ്ട് അഭ്യർത്ഥിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഞാനവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അവർ എന്താ വേണ്ട, എത്ര രൂപ ആവും എന്നൊക്കെ ചോദിക്കുന്നവരോട് അവർ പറയുന്നത് എത്ര മാന്യമായിട്ടാണ്. നിങ്ങൾ പലവ്യഞ്ജനമായിട്ടോ നിങ്ങൾ പച്ചക്കറി ആയിട്ടോ എന്തെങ്കിലും തന്നാൽ മതി, കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ നന്മ എനിക്ക് മനസ്സിലായി. ഇനി ഞാനും ഒരിക്കൽ പോകും അവിടെ. ഞാൻ അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതെവിടെയാണ് സ്ഥാപനമെന്ന്. അങ്ങനെയുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ബോച്ചയ്ക്ക് 2,500 രൂപയുടെ സ്വത്തുണ്ട്. ആ ബോച്ച 36-40 കോടി രൂപയ്ക്ക് തെണ്ടി ഞാൻ ആദ്യമായിട്ടാണല്ലേ, എന്നിട്ടത് ഒരു ആളെ രക്ഷിച്ചു. ആ ബോച്ചയ്ക്കൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ, ബോച്ചയ്ക്കൊക്കെ ഒരു 10 ദിവസത്തെ ആഹാരം കൊടുക്കുക. 2,500 കോടി രൂപ ഉള്ള ആളാണ് 40 കോടിക്ക് ജനങ്ങളോട് പിരിച്ചത്. അതും അതിൻ്റെ പരസ്യം. ഈ ബോച്ച കാരണം തേയില ഇതൊക്കെ തുടങ്ങിയിട്ട് 10,000 ലക്ഷങ്ങളും മുടക്കിയിട്ട് കടമെടുത്തേച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോയിട്ടുള്ള അത് എല്ലാം പരസ്യത്തിന് ഉപയോഗിക്കാതെ ഇതൊന്നും കൊണ്ടുവന്നില്ല. 6 അടി മണ്ണ് പോലും ഹിന്ദു ആചാരപ്രകാരം തിരിച്ച് കിട്ടില്ല. കാരണം ദഹിപ്പിച്ച് കഴിഞ്ഞാൽ, കാരണം ഒരിച്ചിരി ചാരം കിട്ടും. അത് മനസ്സിലാക്കുക. ഈ 6 അടി മണ്ണിൻ്റെ മുകളിൽ വേറെ എത്ര പേര് കിടക്കുമെന്നറിയാമോ? കാരണം 1.5 ലക്ഷം വർഷമായി ഇതുങ്ങൾ ഡിനോസറിൻ്റെയൊക്കെ മുകളിലൊക്കെ നമ്മൾ കിടക്കുന്നത്. അപ്പം അതൊന്നും ഈ പരസ്യത്തിനും ബിസിനസ്സിനും വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊന്നും അവരെ സഹായിക്കുക. ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടി മാത്രം. പിന്നെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളൂ ഈ കൊണ്ടുപോയിട്ട് ഒരു കെട്ട് പണം ഇങ്ങനെ 100 നോട്ടായിരിക്കും കൊടുത്തേച്ച് ഓരോ പാവപ്പെട്ടവരെ കൊണ്ട് കൈ കൂപ്പിക്കുന്ന കോട്ടയം അച്ചാൻസ് ഗോൾഡിൻ്റെ അയാൾ പോയി വീഡിയോ ഒക്കെ വെച്ച് അയാൾ ക്രൂ ഒക്കെ ആയിട്ട് പോയി ഭംഗിയുള്ള ഡ്രസ്സ് വിട്ട് എനിക്ക് അവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെട്ടില്ല വേണ്ടില്ല, അവരുടെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട. അയാളുടെയൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എത്ര ലക്ഷം രൂപ വരുന്നുണ്ടെന്നറിയോ? ആ പൈസ കൊണ്ട് കൊടുക്കുന്നതാണിത്. അവരൊക്കെ സ്വർണ്ണക്കടകളിൽ ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരസ്യത്തിന് ഉപയോഗിക്കാതെ ഞാൻ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഇവരെക്കാളിലൊക്കെ സ്വന്തം ആസ്തിയിൽ ഇത് വെച്ചാണെങ്കിൽ സ്വന്തം ഒന്നുമില്ലായ്മയെന്ന് പറയാൻ പാടില്ലാത്ത ഞാൻ ഒക്കെ എത്ര പേര് ഇങ്ങനെയൊക്കെ പേരുണ്ടോ. എനിക്ക് ഈ വീഡിയോയിൽ ഞാനങ്ങനെ ചെയ്യുന്നത് ഞാനിട്ടാലുണ്ടല്ലോ അതിനും കുറേ ഫോളോവേഴ്സും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം മാത്രം മതി. അല്ലാതെ ഇവരൊന്നും വേറൊന്നും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിഷ സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ച് പറഞ്ഞതൊന്നുമല്ല, എനിക്കവരുടെ നമ്പരും ഇല്ല. ഞാനത് കാണുമ്പം ഞാനവിടെ പോയി അന്വേഷിച്ചതാണ് കോട്ടയത്ത്. ഞാൻ 3 പ്രാവശ്യം അവിടെ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അത്ര ഒരാളാണ്. നിങ്ങളൊക്കെ 164 പേർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് ഒരു പൈസയായിട്ട് പോലും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നന്മയെങ്കിലും ചെയ്യണം. കാരണം അതിനകത്ത്
അങ്ങനെയെങ്കിലും ചെയ്യണം. കാരണം അവർക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. അത് ഇങ്ങനെ എല്ലാ സംഘടനകളും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിൽ നിന്ന് ആ ചാനലിൽ നിന്ന് ലക്ഷക്കണക്കിന് പേര് കണ്ടു. 1,00,000 പേരൊക്കെയാണ് ഓരോരുത്തരുടെ ഈ പോസ്റ്റുകൾ കാണുന്നത്. ആ പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം മതി എന്ന് എനിക്കറിയാവുന്നവനാണ്. അതെടുത്ത് കൊടുത്താൽ പോരെ? അതായി കൊടുക്കുന്നത്, അല്ലാതെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതെങ്കിലും ചെയ്യുക, അത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ സ്വരത്തിനൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലുള്ള സത്യമാണ് ഞാൻ പറയുന്നത്. അതോടുകൂടി ഇത് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഫേസ്ബുക്ക് ഇനി നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നവർക്കെല്ലാം ഇനി ഗുണമാണ്. അത് 10,000 ഫേസ്ബുക്കൊക്കെ ഇല്ലാതാകും കേട്ടോ. യൂട്യൂബ് കണ്ട 1,00,000 യൂട്യൂബേഴ്സിനെ എടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത് കേട്ടോ ലോകത്ത്. യൂട്യൂബേഴ്സിനെ എനിക്ക് അതിൻ്റെ കൃത്യമായ കണക്കൊന്നും അറിയില്ല. 10,000 1,00,000 എങ്ങാണ്ട് 10,000 എന്ന് തോന്നുന്നു. യൂട്യൂബൊന്നും കാണാനില്ല. കാരണം അവർ വല്ലവൻ്റെ കട്ടെടുത്താണ് ഇടുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അങ്ങനെ ഫേസ്ബുക്ക് ഈ ചെയ്യുന്നത് എന്നാന്ന് പറയുക, ഒറിജിനൽ കണ്ടൻറ്റ് കൊടുക്കുന്നവർക്ക്, ഒറിജിനൽ ഇത് കൊടുക്കുന്നവർക്ക്, അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഗുണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതിൽ ഒരു 75% ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ട് അവർക്കാണ് സത്യ വരുമാനം കുറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പ്രായമുള്ളൊരു ആണായതുകൊണ്ടായിരിക്കാം എന്നെ അപൂർവമായിട്ട് ചിലരെ ഫോളോ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ എപ്പിസോഡുകളെല്ലാം ശരാശരി 1000 വേണ്ടത്. 1000 വ്യൂവേഴ്സാണ് വേണ്ടത്. അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്ന 2,000 ഉണ്ട്, 3,000 ഉണ്ട്. അതെനിക്ക് എൻ്റെ ഇൻസൈറ്റിൽ നോക്കിയാൽ അറിയാം. 1000 ഉണ്ട്, എല്ലാം ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ദയവേത് എന്നെയും ഫോളോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ബിസിനസ് തന്ത്രമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെയൊന്നും എടുക്കണ്ട. കാരണം ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പെട്ടെന്ന് 10,000 കമൻറ്റ് വരും, 10,000 റിപ്ലൈ വരും, അതിന് ഫോളോവേഴ്സും ഉണ്ട്. പെൺകുട്ടികളെ കുറ്റം പറയില്ല കേട്ടോ. ഒരു മുഖം ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ അതിനടിയിൽ കമൻ്റ് ഇടുന്ന സാന്ത്വനം കൊടുക്കുന്നവരുടെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളെപ്പോലെയുള്ളവരൊന്ന് ഫോളോ ചെയ്യുക. കാരണം എന്തെങ്കിലും കിട്ടിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. നന്ദി, നമസ്കാരം.